അഡ്വക്കേറ്റ് സി പത്മനാഭൻ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 13 വർഷം കഴിഞ്ഞിട്ടും ഈ കൊല്ലപ്പെട്ട വിശാലിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ഉന്നത നീതിപീഠങ്ങളിലേക്ക് അപ്പീലുമായിട്ട് പോകും. അതും കാത്തിരിക്കണം അല്ലേ? പെട്ടെന്നൊന്നും ഈ കേസ് പരിഗണിക്കില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും ഒരു 5 വർഷം അങ്ങോട്ട് പോകുന്നു, ഏറ്റവും മിനിമം. ഇവിടെ അങ്ങനെ പോയി ഈ കുറ്റവാളികൾ ഇപ്പോൾ വെറുതെ വിട്ടവരെ ഒക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ വളരെ അലക്ഷ്യമായി വിധി പ്രസ്താവം നടത്തിയ ജുഡീഷ്യൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? മുമ്പും ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെയൊക്കെ മുന്നിൽ ഉണ്ട്. പക്ഷേ വിധിപ്രസ്താവം എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നു, വിധിപ്രസ്താവം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു, പിന്നെ അത് മേൽക്കോടതിയിൽ പോകുമ്പോൾ അത് കീഴ്മേൽ അത് മറയുന്നു, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ ഇവരെ ശിക്ഷിക്കുന്ന അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് അപാകതകൾ വരുത്തുന്ന, വിധിപ്രസ്താവത്തിൽ അപാകതകൾ വരുത്തുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ ശിക്ഷിക്കുന്ന ഒരു നടപടി ഉണ്ടാവുന്നില്ല. അത്ര നോക്കൂ, ഈ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പോലും അവർക്ക് സംഘടനയുണ്ട് എന്നുള്ളതാണ്. അവർ പോലും സംഘടിക്കുന്നു എന്നുള്ളതാണ്. സാധാരണയായി പോലീസുകാർക്കോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോ യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ അഫിലിയേഷനും പാടില്ല, അങ്ങനെയല്ലേ നമ്മളൊക്കെ കരുതുന്നത്. പക്ഷേ അവർക്ക് പോലും ഒരു സംഘടന, എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് അവർ ഒറ്റക്കെട്ടാവുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ അനാവശ്യമായിട്ടുള്ള പ്രവണതകളൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ലേ? അതുകൂടി ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതല്ലേ? തെറ്റായ വിധി പ്രസ്താവം നടത്തുന്ന ജുഡീഷ്യൽ ഓഫീസർക്കെതിരെയും നടപടി വരേണ്ടതല്ലേ? നടപടി എടുക്കേണ്ടതല്ലേ? അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ നിയമ വ്യവസ്ഥയിൽ അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, അതിൽ ഒരു ജഡ്ജിൻ്റെ വിധിന്യായം ആ കേസിലെ വസ്തുതകൾക്കും ആ കേസിലെ വസ്തുതകൾക്കനുസൃതമായി ബാധകമായ നിയമങ്ങൾക്കും അനുസൃതമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മേൽക്കോടതികൾക്ക് അത് തിരുത്താനും ഒരു പരിധിവരെ അത് പ്രസ്താവിച്ച താഴേക്കോടതി ജഡ്ജിനെ നിശിതമായി വിമർശിക്കാനും മാത്രമേ അധികാരമുള്ളൂ. അതിനപ്പുറം പോകാനുള്ള അധികാരം ഒരു വിധി പ്രസ്താവത്തിൽ വന്ന പാകപ്പിഴയ്ക്ക് ചെയ്യാനുള്ള അധികാരം മേൽക്കോടതികൾക്കില്ല. അത് ശരിയാണോ തെറ്റാണോ, അതിൽ കവിഞ്ഞുള്ള അധികാരം മേൽക്കോടതികൾക്ക് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ആ വിധിയെ റദ്ദാക്കി അതിനെ തിരുത്താനും അതിൽ ഗുരുതരമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിശിതമായി വിമർശിക്കാനും അവർക്ക് അധികാരമുണ്ട്. അതിനപ്പുറം പോകാനുള്ള അധികാരമില്ല. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ വിഷയം ഒന്ന് കാലതാമസമാണ്. ഞാനത് വളരെ ഗൗരവമായി കാണുന്നൊരു വിഷയമാണ്. ഈ കേസിൽ കുറ്റപത്രം ഫയൽ ചെയ്യാൻ 5 വർഷം എടുത്തു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം 5 വർഷം കേരളം ഇത്രയും ചർച്ച ചെയ്തൊരു വിഷയത്തിൽ കുറ്റപത്രം ഫയൽ ചെയ്യാൻ, വിചാരണ എടുക്കാൻ സ്വല്പം ലേറ്റായി വരും, പക്ഷെ കുറ്റപത്രം ഫയൽ ചെയ്യാൻ, അതിന് ഫോറൻസിക് റിപ്പോർട്ട് വരാൻ ഏതാനും മാസങ്ങളെ എടുക്കുള്ളൂ. അതന്നെ സ്പീഡപ്പ് ആക്കാൻ ഒന്ന് പ്രഷറൈസ് ചെയ്താൽ സ്പീഡപ്പ് ആവും. എങ്ങനെ പോയാലും ഒരു 6 മാസം കൊണ്ടോ 7 മാസം കൊണ്ടോ ഒക്കെ പരമാവധി കുറ്റപത്രം ഫയൽ ചെയ്യാവുന്ന സാഹചര്യമേ ഏതൊരു കേസിലുള്ളൂ. ഇനി ഏതെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമേ കുറ്റപത്രം ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അവരുടേത് മാത്രം മാറ്റി നിർത്താനും, അതല്ല അവരെ അറസ്റ്റ് ചെയ്യാണ്ട് തന്നെ കുറ്റപത്രം ഫയൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ അവർക്കും കൂടി എതിരായി അവരെ അബ്സ്കോണ്ടിങ് ആയി കാണിച്ചിട്ട് കുറ്റപത്രം ഫയൽ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ എന്തിനാണ് ഇത് 5 കൊല്ലം നീട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് സംവിധാനത്തിലെ മാൻ പവറിൻ്റെ അപര്യാപ്തതയായിരിക്കും. ലോക്കൽ പോലീസിലുള്ള അത്രയും മാൻ പവർ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് അങ്ങോട്ട് അയച്ച് ഇത് പരിഹരിച്ച്, കാരണം ഇത് കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ശ്രമം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ
ഈ സംഭവം നടക്കുമ്പോൾ ഭരിക്കുന്ന UDF സർക്കാരിനും അതിനുശേഷം അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിനും ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു എന്താ പറയുക നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ല. ഈ കേസിലെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ കേസിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ നേതൃത്വത്തിന്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല കുറ്റം പറയുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചുകാർ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. പക്ഷേ സർക്കാർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മാൻ പവറിൻ്റെ അപര്യാപ്തത ക്രൈംബ്രാഞ്ചിലുണ്ടാവും. ക്രൈംബ്രാഞ്ച് അങ്ങനെ ഒരു അപര്യാപ്തത നേരിടുന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക രാജ്യദ്രോഹ പ്രവർത്തനം, വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരൊക്കെ വലിയൊരു പരിധിവരെ തഴച്ചു വളരാൻ സാധിക്കുന്നതും അവർ ചെയ്യുന്ന തെറ്റുകളിൽ ശിക്ഷിക്കപ്പെടാതെ അവർക്ക് പുറത്തു പോകാൻ സാധിക്കുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പരാജയം കൊണ്ടാണ്. അത് പ്രത്യേകിച്ച് ഈ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ്. കാരണം അവരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, പണ്ടേ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ ഇത്തരത്തിലുള്ള സംഘടനകളെ ആദ്യം കൂട്ടുപിടിച്ചത് ഇടതുപക്ഷമാണ്. അത് ശരിക്കും 1995 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൊട്ട് തുടങ്ങിയതാണ്. 1995 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റി വരെ ഇടതുപക്ഷ മുന്നണി അന്ന് ഇത്തരത്തിലുള്ള ആളുകളുടെ സഹായത്തോടെ അധികാരത്തിൽ വന്നു. അന്ന് മലപ്പുറം പിടിച്ചു എന്നുള്ളൊരു വലിയ വാശിയായിരുന്നു. അപ്പോൾ ഇത് മുസ്ലിം ലീഗിനെ ക്ഷീണിപ്പിക്കാൻ അവരെക്കാൾ തീവ്രമായ നിലപാടുള്ള ആളുകളെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു ലൈനാണ്. പിന്നീട് ആ ഒരു ലൈന് മനസ്സിലാക്കിയ UDFും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ SDPIക്കാരുടെ, പോപ്പുലർ ഫ്രണ്ടുകാരുടെ പരിപാടികൾ പങ്കെടുക്കുക, അവരായി ഫോട്ടോ എടുക്കുക, ഒളിഞ്ഞും തെളിഞ്ഞും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സഹായത്തോടെ ഭരിക്കുക എന്നുള്ള രണ്ട് കൂട്ടരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാം നമുക്ക് കൊല്ലം കോർപ്പറേഷനിൽ SDPIക്കാർ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ പോയി കണ്ട് പിന്തുണ അറിയിച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലിട്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ പോലത്തെ ഒരു സംഘടന അവരെ ഉള്ളിൽ കയറ്റേണ്ട ആവശ്യമില്ല. അവരെ കൂടെ നിന്ന് കാരണം കോൺഗ്രസ് അവരുടെ സഹായത്തോടെയാണോ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിതിലൊരു PhD എടുത്ത ആളുകളാണ്. അവർ കർണാടകയിൽ ഇതാണ് ചെയ്ത് കൊണ്ടിരുന്നത്, അവർ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവരിപ്പോൾ പല സ്ഥലത്തും തുമ്പും വാലും ഇല്ലാണ്ടായത്. അത് വേറെ വിഷയം. അപ്പോൾ ഇതിപ്പോൾ ഇടതുപക്ഷത്തിനും ആ ഒരു കൃത്യമായ അജണ്ടയുണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിക്കുക, അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ മാത്രവുമല്ല മനസ്സിലാക്കണം, അഭിമന്യുവിനെ കൊന്നത് ഇതേപോലെയാണ് ഒരു പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഇടുക്കിയിൽ നിന്ന് പഠിക്കാൻ മഹാരാജാസിൽ വന്നൊരു കുട്ടിയെ ഇതേപോലെയാണ് ഈ ക്യാമ്പസ് ഫ്രണ്ടുകാർ കൊന്നത്. അപ്പോൾ കോട്ടാങ്കൽ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കൽ പഞ്ചായത്തിൽ സ്കൂളിൽ പോയി കുട്ടികളുടെ നെഞ്ഞത്ത് അയാം ബാബറി എന്നുള്ള ബാഡ്ജ് കുത്തിക്കൊടുത്തു SDPIക്കാർ. എന്തുകൊണ്ടാണ് പോലീസ് ശക്തമായ നടപടി എടുക്കാതിരുന്നത്? ആ കോട്ടങ്ങൽ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇടതുപക്ഷം ഭരിച്ചത് SDPIയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനത്തെ സംഘടനകളെ, പ്രത്യേകിച്ച് SDPIനെ, നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയും ഈ രണ്ട് മുന്നണികളും വളരെ തന്ത്രപരമായി ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്, സഹായിച്ചു. തിരിച്ചങ്ങോട്ട് അവർക്ക് ഇത്തരത്തിലുള്ള കേസുകളിലും മറ്റു വിഷയങ്ങളിലും സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലം അവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ കാര്യപ്പെട്ട പ്രവർത്തകൻ എറണാകുളം നഗരത്തിൽ കുത്തേറ്റ് വീണിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം ഇത് കേരളം മുഴുവൻ മനസ്സിലാക്കണം. അത്യന്തം അപകടകാരികളാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഇത് തീവ്രവാദ സംഘടനയാണ്. ഇവർ അത്തരത്തിലുള്ള പ്രവൃത്തിയിലാണ് മുഴുകുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ഇവരെ കണ്ട് കേരളത്തിലെ മുഴുവൻ സമൂഹവും ജാതി മതത്തിന് അതീതമായി ഇവരെ കണ്ട് ഇവരെ മനസ്സിലാക്കണം. ഇവിടെ പലരും ഈ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി RSSനെയൊക്കെ കുറ്റം പറയുക. ഇപ്പം ഇന്നാള് തമിഴ്നാട്ടിലെ കോൺഗ്രസിന് MP മാണിക്യം ടാഗോർ അൽഖൈദയൊക്കെ ആയിട്ടാണ് RSSനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അയാളോടൊക്കെ എന്താ പറയുക? അയാളുടെ നാട്ടുകാരൻ, നല്ല RSSകാരൻ ശ്രീ CP രാധാകൃഷ്ണനാണ് ഈ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ ആൾക്കാർക്കില്ല. ഇവരാണ് ഈ കുഴപ്പക്കാർ.
ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് വലിയ കുഴപ്പക്കാർ എന്ന അഭിപ്രായക്കാരനാണ് ഞങ്ങൾ.